ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അന്ന് ന്യൂ ഇയറാ. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും അമ്മ സന്തോഷവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞതാവട്ടെ എന്ന് ആദ്യം തന്നെ നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ. അപ്പോൾ നമുക്ക് ഒരുപാട് പണി തിരക്ക് എല്ലാം ആണ് കേട്ടോ. നമ്മൾ അടുക്കള പണി കഴിയാതെ നമുക്ക് ഇനി റെസ്റ്റ് ഇല്ല. ഇന്നലെ നമുക്ക് വിശേഷമായിട്ട് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നല്ല പണിയായിരുന്നു. നമുക്ക് വയറിങ്ങിനുള്ള കുത്തിപ്പൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരാൾ പണിക്കുണ്ടായിരുന്നു. അതിങ്ങനെ വൈകിട്ടായിരുന്നു പോയത്. അപ്പൂസിനുണ്ടോ നല്ല പണിയാണ്. നമ്മളെ ഹോളോ ബ്രിക്സിൻ്റെ കട്ട മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതുണ്ടോ. പിന്നെ നമ്മളെ റൂമിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊട്ടേ സന്തോഷമായിട്ടാണ് അപ്പൂസിനും അതേന്ന് പണി. അടുക്കളേൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് ബാക്ക് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടുണ്ട് കേട്ടോ. സ്വയം തന്നെ ചെയ്തുല്ലേ അമ്മ? നമുക്ക് അറിയുന്ന പണിയാണല്ലോ. അറിയണ പണിക്കൊക്കെ പോയതാണല്ലോ. അലർജി ഒക്കെ അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പൂസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടോ, രാവിലത്തെ കോൺക്രീറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. കറക്റ്റ് ഇവിടേക്ക് കുറച്ച് അടുപ്പിച്ചിടാൻ ആയിട്ടില്ല. അപ്പം അവിടെ ചെയ്യുമ്പോൾ ഇവിടേക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ കാണിച്ചു തരട്ടെ. ഞങ്ങൾ നേരെ 8-9 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാ കംപ്ലീറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട്. ഇനി തട്ടും മുട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റഫി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും സന്തോഷമായിരുന്നു. ഇതൊക്കെ തട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെ നിങ്ങളെ കാണാമല്ലോ. ഇതുണ്ടോ നമ്മളെ സ്ലാബിൻ്റെ ഇവിടുത്തെ തട്ടുമുട്ടൊക്കെ എടുത്തു. ഇപ്പം എല്ലാം ക്ലീൻ ആയിട്ടോ. മറ്റേത് ഇവിടെയൊക്കെ ഓരോ മുട്ട കൊടുക്കൊണ്ട് ഇതിൽ വരാനൊക്കെ ഒരു ഗതികേടായിരുന്നു. അതെല്ലാം മാറി. അപ്പോൾ ഇതാ മെറ്റലും എംസാൻഡെല്ലാം കൊടുന്ന് ഇവിടെ ഞങ്ങളെല്ലാം കൂട്ടി ഇനി ഇത് സെറ്റാക്കാനുള്ളൂ. അതിൻ്റെ ശേഷം നമ്മളിവിടെ കോൺക്രീറ്റ് പരിപാടി തുടങ്ങണേ. എപ്പോഴാണ് കോൺക്രീറ്റ് ആരംഭിക്കണേ? കുഞ്ഞി കൈക്കോട്ടെന്ന് കാട്ടി കൊടുത്ത്. അപ്പോൾ കുട്ടിയാകുമ്പോഴേ അല്ലേ ഇങ്ങനത്തെ ഒരു കൈക്കോട്ടിന് വാശി പിടിച്ചേന്നു. എന്താ അമ്മ ഇങ്ങനെ കൊത്തിനാണുമ്പോളേ കൈക്കോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയാക്കും കാൽമ തട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാതെന്നതാ. അപ്പൊ ഇതിന്റെ അടിയൊക്കെ ലെവലാക്കി എടുക്കണം കേട്ടോ. എന്നാ പിന്നെ കോൺക്രീറ്റ് ആക്കാൻ അപ്പൊ അപ്പൂന് ഒരേ ഒരു നിർബന്ധം, ഇപ്പൊ ആരും വിളിച്ചാണ്ട് പണിയെടുപ്പിക്കണ്ട, അതൊക്കെ നമ്മക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോ അപ്പൂസ് കൂലി എടുത്തോണ്ട് നമ്മക്ക് തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടുന്ന് ഒറ്റക്ക് ചെയ്യാണ്. പുതുവർഷം തുടങ്ങണേ നമ്മളെ അടുക്കളേന്റെ പുതു വീട്ടിലെ പണികളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മള് മറക്കൂല അല്ലേ. അതാണ്. ഇതുണ്ടോ, ഇതെന്താ സംഭവം മനസ്സിലായോ? അപ്പൂസ് ഉണ്ടാക്കിയാണ് കേട്ടോ. ഈ ഞങ്ങളിതിന് ഒരസിപ്പലക എന്ന് പറയുക, ഒരസി എടുക്കണ സാധനമാണ്. അപ്പൊ ഈ പലക നമ്മളെ ചിരവയാണ് കേട്ടോ. ചിരവേന്റെ നാക്ക് അങ്ങോട്ട് എടുത്തിട്ടിട്ട് അതിന്റെ ഇപ്പുറത്തൊരു പലക വെച്ച് അടിച്ചതാണ്. അമ്മ പിടിക്കണ ഭാഗല്ലേ അത്. ഇനി ചിരവേന്റെ ആവശ്യം വരുമ്പോ നാക്കിനെ അവിടെ വെച്ച് ആണി അടിക്കാന്ന്. എന്താണ് ഐഡിയ അല്ലേ? അപ്പൊ നമ്മളെ കാര്യം നടക്കണല്ലോ. അതിന് അച്ഛനെ ഉപദേശിച്ചു കൊടുത്തതാണ്. മകൻ അതേപടി ഇരുന്ന് ഇന്നലെ ചെയ്തതാണത്. അപ്പൊ ഇതെല്ലാം ഞാനും സഹായിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇത് ഈ എന്താ പറയാ, ഈ ചട്ടിക്ക് കോരി മണ്ണ് പുറത്ത് കൊണ്ടുപോയി തള്ളാൻ പോവാണ്. നല്ല ഇവിടെ ലെവലായിട്ട് ഒരു ദിവസം വന്നിട്ട് ചെയ്ത വയറിങ് കാര്യങ്ങളാട്ടോ അത്. ഇതാണ്. പിന്നെ അപ്പൂസ് തന്നെ കൊറേ അവിടെയൊക്കെ കുത്തി പൊളിച്ച് റെഡിയാക്കി കൊടുത്തേന്നു. അപ്പൂസ് ഇതൊക്കെ ആക്കി കൊടുത്തേന്നു. പിന്നെ അപ്പൂസ് കുത്തി പൊളിച്ചത് മാത്രം ശരിയായിരുന്നില്ല. പിന്നെ ഓനറിയില്ലല്ലോ, അത് കാരണം ഇതൊന്നും വേണ്ടി വന്നില്ല. പിന്നെ അയാള് വേറെ പൊളിച്ചതാണ് ഇതൊക്കെ. പാറുവിനെ അവിടെ ഇട്ട് പൂട്ടിയതാണ്. അല്ലെങ്കിൽ ഇതാണ് ആകെ പ്രശ്നമുള്ളത്. ഇപ്പൊ ഇനിയിപ്പോ അത് ഓട്ടയെ തുളച്ചിട്ടുണ്ട്.
കൂടെ 8 ഇഞ്ച് പൈപ്പ് ഇട്ടുകൊണ്ട് വളച്ചാണ്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അനിയന്റെ ഫാബ്രിക്കേഷൻ നാളെ തേപ്പിന്റെ മുന്നേ അനിയന്റെ അവിടെ ഇത് ചെയ്യാണ്ട് ഗ്രില്ല് ചെയ്യാണ്ട്. അപ്പൊ അഞ്ഞി എവിടെയാണോ അവിടെ എല്ലാം 2-3 ദിവസമായിട്ട് നാട്ടിലില്ല, പുറത്താണ്. ഇതൊക്കെ ഗ്രില്ല് അടിച്ചിട്ടാണ് തേപ്പ്. നാളെ തേപ്പിടണം. സാധനം കൊണ്ടുവരണം, ഉയരം കൊണ്ടുവരണം. ഒക്കെ നമ്മളേതോടെ തേപ്പ് നമ്മളല്ല, എന്നാലും കൂടി കൊടുക്കണത് നമ്മളെ കൂടി കൊടുക്കണത്. പുറത്താളെ വിളിക്കണ്ട, ഒരാളെ വിളിക്കാം. തന്നെ ഇനിയിപ്പോ അവിടെ ഫുള്ള് ഇത് കഴിഞ്ഞിട്ട് അവിടെ റെഡിയാക്കാണ്ട് ആ കട്ട എമ്പണ്ണ മുകളിൽ കെട്ടാണ്ട് കെട്ടാണ്ട്. അന്നേരത്തെ 7 വരെ പണിയല്ലേ. ഇത് രാവിലെ 6 മണിക്ക് തുടങ്ങി. കുറച്ച് കേട്ടത് പണി ഇത്രയും കാണാം. നീ കൂട്ടുമ്പോ സിമെന്റ് കൂട്ടല് തുടങ്ങിയില്ലേ അപ്പൂസ്? ഇപ്പൊ വിളിച്ചാൽ കേൾക്കൂലല്ലേ? വെള്ളല്ലേ? വെള്ളം ഒഴിച്ചരാ. ഞാനായിക്കോട്ടെ. ആദ്യം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മണൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൂസേ കഞ്ഞിടിക്കണ്ടേ? രാവിലെ പൂരിയും ചായയും കുടിച്ചിറങ്ങിയതാട്ടോ. രാവിലെ പൂരിയും ചായയും കുടിച്ചിറങ്ങിയതാ പറയാ അപ്പൂനോട്. ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും വേണം, ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും വേണം പറയാ. അപ്പൊ തട്ടിയിടണ കുഴങ്ങിയോ? ഇല്ലാന്ന് കുഴങ്ങിന്നോ സമ്മതിക്കൂലല്ലോ. ഞങ്ങൾ ഉച്ചക്ക് സാധാ ചോറും പിന്നെ ചിക്കനും കിട്ടിയില്ല, മീനും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഉണക്കലിമീൻ്റെ കറി, തേങ്ങ അരച്ച കറി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അതുണ്ടാക്കി ഇതാട്ടോ. അത് നല്ല രസമാണ് കേട്ടോ സംഭവം. പക്ഷെ അപ്പു 10 മണിക്കും കഞ്ഞി കുടിച്ചു, ഉച്ചയ്ക്കും കഞ്ഞി കുടിച്ചത്. അപ്പോൾ ഓനതൊന്നും കൂട്ടിയില്ല. ഉണക്കല് പൊരിച്ചതും പിന്നെ അതപ്പോ സോയാബീൻ. അപ്പൊ നല്ല ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഫുള്ള് പണി ഞങ്ങൾ എടുത്ത പണി ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ 4 മണിക്ക് ചിക്കന് സന്തോഷേട്ടൻ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്ന് അതിൻ്റെ ഒപ്പം ഉണ്ട് പൊറോട്ടയും കൊണ്ടുവന്നെ. അപ്പൊ ഞാൻ വേഗം തട്ടി കുക്കറിൽ പെട്ടെന്നുണ്ടായിക്കോട്ടെ വിചാരിച്ച് കുക്കറിൽ 2 വിസിലടുപ്പിച്ച് ചിക്കൻ അങ്ങോട്ട് റെഡിയായി. പൊറോട്ടയും ചിക്കനും. ഇനിയിപ്പോ നാളേക്കുള്ള ഒരുക്കങ്ങളാണ്. കൊറേ പണിക്കാർ 3-4 ഉണ്ടാവുമ്പോ നാളെ ഇനി പണിക്കാരുണ്ട്. അപ്പൊക്ക് തട്ട് എന്താ പറയാ ഉയരം വെക്കണ കാണിച്ചു തരട്ടെ ഓരോ പരിപാടികൾ. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നോമ്പാണ്, അമ്മക്ക് നോൻപില്ല. ഞാൻ വാങ്ങൂലേന്ന്. പക്ഷെ എന്താ വെച്ചാല് അപ്പൂസിന് ഭയങ്കര ക്ഷീണമെന്ന്. അപ്പൂസ് ഇത്ര പണിക്കുമ്പോ അപ്പൂസ് നല്ലോണം തിന്നണം. ഉച്ചക്ക് കഞ്ഞി തന്നെയാണേ, കഞ്ഞി മതിയെന്ന്. അപ്പൊ ഇന്ന് പണി ഇപ്പോഴും തീർന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ പണി എടുത്തോണ്ടിരിക്കാണ്. പണി എടുത്തോണ്ട് അപ്പൊ ഇനി കുറച്ചും കൂടി ഉണ്ട്. പഴം കൂടി കാണിച്ചു തരാം. പൂച്ച കാലിന്റെ സീല് പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഇതായിട്ട് ഇനിയിപ്പോ മണ്ണ് ചവിട്ടി കയറ്റും. ഇപ്പൊ പുറത്തുനിന്ന് കൂടെ ഇറങ്ങിയൊക്കെ ചാടിച്ചോളെ.
നാളെ നമ്മൾ തേപ്പ് തുടക്കാൻ കേട്ടോ അടുക്കളേൻ്റെ മണൽ കൊണ്ടുവന്നു സിമെൻ്റ് അതാ ഒക്കെ സാധനങ്ങളൊക്കെ എത്തി. സാധനങ്ങളൊക്കെ എത്തി. നമ്മളമ്മേൻ്റെ മോനും ചെറിയച്ഛനും കുട്ടിയമ്മേൻ്റെ അച്ഛൻ്റെ അനിയനും. അപ്പോൾ ബാ ഞാൻ ഇമ്മ കയറിക്കല്ല കേട്ടോ. ഞാൻ 4 കട്ടയോടെ കയറ്റണം. കഴിഞ്ഞു പറ ഇന്ന് പുറത്തേക്ക് ഇറക്കിയല്ലോ ഒരട്ട് ഇറക്കില്ലേ? ഒരു സുഖമല്ല. വെള്ളം കുടിച്ചില്ല? അവള് ഇറങ്ങും, പക്ഷെ അവള് ഇറക്കലല്ലേ ആളെ. വാതിൽ തുറന്ന എന്താ പൊന്നെ എന്താ പറയണേ? എന്താ പറ്റിയേ? പറയാ എന്തുണ്ടായത്? എന്താ പറ്റിയേ? ക്രൂ 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 പറയണാണ്. ക്രൂ ക്രൂ പറയേണ്ടത്. ഞാൻ ചെന്നപ്പോ കറക്റ്റ് ഉണരുന്നു. അതിന് വെള്ളം കുടിക്കണ്ട വളർന്നാന് എന്താ പോ നോക്കണം. കാക്കണ്ടോന്ന് ഇങ്ങനെ നോക്കട്ടോള്. കാക്കേന്റെ ആളാണ്. ആരാ നോട്ടെ നോക്കണേ? ആരാ നോക്കണേ ചേ? കാക്ക നോക്ക. കാക്ക നോക്കണ്ടോ കുട്ടി കാക്ക നോക്കണ്ടോ? ഉണ്ടോ? നമ്മള് പണി ചെയ്തോ കാണിച്ചെടുക്കുക. ക്ഷീണിതനായിട്ടുണ്ടല്ലോ. അപ്പൂസിന്റെ പണി കഴിഞ്ഞു. തൊഴിലാണ് കഴിഞ്ഞു ഫുള്ള്. ഞങ്ങൾക്ക് പണിയില്ല. ഫുള്ള് സാധനങ്ങൾ ഇവിടെ ഇറക്കി പോയിട്ടില്ലേ? ഇപ്പൊ നടക്കാൻ സ്ഥലം നമുക്ക്. പണിക്കാർ സാറാണ്. എല്ലാ സാധനം ഉണ്ട്. മൊത്തം കൊണ്ട് പോകുന്നുണ്ട്. വീട് മൊത്തമുള്ള സാധനം ഉണ്ട്. അപ്പുറത്തെ കൂടെ ഉണ്ടാക്കണ അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണില്ല. ഇവിടെയൊക്കെ വൃത്തിയാക്കിട്ടു. നമ്മളവിടുത്തെ കാണിച്ചെടുക്കില്ല ഫുള്ളാക്കി. ഇവിടുന്ന് വെള്ളം പോകാനാണ് നമ്മളെ കോൺക്രീറ്റ് ആയിട്ടത്. അടി അമ്മ ഹലോല ഞങ്ങള് കൊറേ തേപ്പരം പോയതല്ലേ പണ്ട്. അമ്മ കൊറേ പണിയുണ്ട്. ഇത്രയും ഇത്രക്ക് എന്തറിയോ ഇത് ഇനിയിപ്പോ ഇതിന്റെ മോളെ കൂടി വെക്കണ്ടേ? അത്ര ഫുള്ള് വേണ്ട. പൊന്തി ഉണ്ടെങ്കി എന്താ അറിയോ? പൊന്തി ഉണ്ടെങ്കിൽ ടൈൽസ് ഇടുമ്പോ കുടുങ്ങും. അത് കറക്റ്റ് ആണ്. അതല്ല ആക്കണം. അവിടെ കണ്ടങ്ങള് ഈ കല്ല് കെട്ടിയതിന് ഇതുണ്ട്. കല്ല് പൊന്തിക്കുണ്ട്. അപ്പൊ ആ കല്ലിഞ്ഞ് കുത്തണല്ല അവിടെ. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പൊന്തിയ നടു പൊന്തിയ പിന്നെ ടൈൽസ് മേടിക്കുമ്പോ ആകെ പ്രശ്നം. ഇവിടേക്കൊക്കെ നമ്മൾ മിക്സഡ് ആയിട്ട് എടുത്ത് ഇവിടെ എവിടെയൊക്കെ മിക്സഡ്. ഫ്ലോറ് നല്ല അല്ലേ? അത് കാണിച്ചില്ല നമ്മള് വീഡിയോയില്. അമ്മയുടെ സെലക്ഷൻ അതല്ല, അത് അവിടുത്തെ ഫ്ലോർ. കിച്ചണിലെ നമുക്ക് സ്റ്റെപ്പ് ഇട്ടാണ്ട് നമുക്ക് നമ്മളെ ഞാൻ തന്നെ കിട്ടും. നമ്മളെ രണ്ടാമത്തെ കോൺക്രീറ്റ് 6:30 വരെ വന്ന്. അതിന് അവിടെ ലേസം ചെയ്യണ്ട കേട്ടോ. തേഞ്ഞില്ല. ഇത് തട്ടാണ്ട് ഞാൻ ഇപ്പൊ തട്ടും. പറയോ കോൺക്രീറ്റ് ഇട്ടണ്ടത് മേസ്ത്രി ഫുള്ള് പണി നോക്കി കണ്ട ആള്. അയ്യോ കേട്ടോ. വെള്ളം തന്നെ ആയിക്കോ കൊടുത്താ. ഇതിലേതോ ഒരു പൂച്ച വേറെ ചവിട്ടിട്ട് പൂച്ചന്റെ കാലം അങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം ഫസ്റ്റ് ലേസ് ഇട്ടുന്നു. ബാക്കിയൊക്കെ ഞാൻ ഇട്ടോ. ഞാനല്ല അപ്പൂസ്. നമുക്ക് എന്താ നമുക്ക് ചെറിയൊരു കെട്ടത്ത് കൂടെ അങ്ങനെ കെട്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ടാവും. ഇവിടെ ചെറിയൊരു കെട്ടിട്ടുണ്ടാവും ഓള പിടിച്ചോണ്ട്. പിന്നെന്താ പ്ലാൻ മാറ്റി വെച്ചാൽ നമ്മള് മുകളില് എന്താ പ്ലാൻ മാറ്റില്ല നമ്മള് കട്ട ഒരു വരി മതിലമ്മ. ഒരു വരി വരെ മതി. ആദ്യം ഒരു വരി വെച്ച മുകളില് ആ ബോറാവല്ലേ. കട്ട ബാലൻസ് ഉണ്ട്. ഇനി കെട്ട നമുക്ക് ഇഷ്ടം പോലെ പണി ഉണ്ടല്ലോ. എവിടെ ഇപ്പൊ കുട്ടി? എവിടെ കുട്ടി? പറ. നല്ല ഹാപ്പി ആണല്ലോ പാറോ. ആ ഫോണില് ബാലൻസ് പൈസ കഴിഞ്ഞിട്ടുണ്ട്. റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എന്താ ആലോചന? മഴ വന്ന് നമ്മളെ സിമെന്റ് ഒക്കെ തന്നെ. അപ്പൊ നമുക്ക് പണിയുണ്ട്. മഴ ഒന്നും പെയ്യൂല. നെക്സ്റ്റ് പരിപാടി നോക്കല്ലേ. നമുക്ക് ആ ഒരു പരിപാടിയാണ് ചെയ്യാണ്ട്.
എടാ നോക്കണേ എന്തോ കണ്ടന്റ് അവിടെ കോഴികളെ കണ്ടിട്ടുണ്ട്. കോഴി കണ്ട പൂച്ച എന്താ കോഴി പൂച്ചനെ കണ്ട അങ്ങോട്ട് ഓടുകയാണ് പിന്നെ കാക്കേനെ കണ്ട അങ്ങ് നോക്കും. ഈ മണ്ണുണ്ടല്ലോ ഈ കല്ലിന്റെ മണ്ണ് അത് കൂട്ടിയിട്ട് അതിന്റെ കല്ലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കൈക്കോട്ട് വന്നിട്ട് അത് നിറച്ചാൽ മതി. ചെടിയിലോ അത് മതി ചേച്ചി നല്ല മണ്ണാതേ. ഈ മണ്ണതെയോ കോഴിനെ ഇങ്ങനെ നോക്കിക്കോട്ടെ. ഇഷ്ടമാണ് കോഴി. എവിടെ കോഴി കുട്ടീന്റെ കോഴി എവിടെ? വാ 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 ഇങ്ങോട്ട് അടുത്തേക്ക് വാ. നമ്മളെ കോഴികള് പോയില്ലേ പറയോ? കോഴി പോകുന്നുണ്ട് നല്ല വിളിച്ചപ്പോ കോഴിനെ വിട്ടാക്കല് പറഞ്ഞു. എന്താ പറഞ്ഞ മേത്ത് കൂടെ ഒക്കെ അതാ അവിടെ പൊടിയില് പോയി കിടന്നിട്ടോ. പൊടിയിലല്ല റൂമിന്റെ വേറൊന്നുകൂടെ ക്ലീൻ ആക്കാണ്ട് കേട്ടോ. രാവിലെ ഇനിയിപ്പോ ഒരു 10 ദിവസം 5 ദിവസം കൂടി ആയിട്ട് നമുക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ഇപ്പൊ മരുന്ന് കുടിക്കാണ്. ഞങ്ങളാത്തിക്കോട്ടെ എന്നാലും നമ്മളെ പണി കൊണ്ടുണ്ടായിരുന്നു. ഇതെങ്ങോട്ട് അമ്മ ഭാവിയില് ഈ മണ്ണ് ഇവിടുന്ന് ഇതെങ്ങോട്ട് വെക്കാൻ ഞങ്ങള് ഐഡിയ പറഞ്ഞേ നോക്കിയാ കോഴി പറയേ നമുക്ക് നോക്കാം. എവിടേക്കാ ചേച്ചി? അത് ഭാവിയില് നമ്മളെ അടുക്കളയ്ക്ക് അടുക്കള സെറ്റ് ചെയ്യുമ്പോഴേക്കിന് നമ്മളതില് ചെടി വളർത്തി നമുക്ക് അതൊന്നും അങ്ങോട്ട് വെക്കാന്. ഇപ്പൊ തന്നെ നോക്കിയാലും അപ്പയ്ക്കാവും. അപ്പൊ എന്താ വെക്കാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ മോഡല്. അല്ലേ പറ പോവാം. അത് വെക്കാൻ കാരണം ഞാൻ കാണിച്ചു തരാം. എന്താ പറയാ കല്ലുകളി കല്ലുകളിയ ഇല്ല നമ്മ വെക്കും എന്നിട്ട് നമ്മള് വെക്കാം. മതി മതി ഇതാ അതിൻ്റെ ഏട്ടാ നമ്മളെ കല്ല് ഇറക്കിയ നമുക്ക് മണ്ണില്ല. മണ്ണിന് 2 കുടിച്ച് ഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുവരണം. പൊടി മണ്ണാൻ പറ്റില്ലല്ലോ ചേച്ചി. നമ്മൾ കോറിയത്തെ കറക്റ്റാ മണ്ണ് കല്ലിടുന്നതിന്റെ ബാക്കിയാ. മുറിച്ചോ ഇപ്പൊ ഇത് എങ്ങനെ ഇവിടെ എത്തി? നമ്മളെ പണ്ടകത്ത് വീട്ടിലെ ആൾക്കാർ കണ്ടിട്ട് അവിടത്തെ ഈ മണി പ്ലാന്റിന് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ മണി പ്ലാന്റ് ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ. നമ്മളെ വീട് പണി പൊളിച്ചപ്പോ നമ്മളെ വീട് പൊളിച്ചപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് വീണ്ടും ഇങ്ങടനെ കൊണ്ടുവന്നു. വീട് ഇങ്ങനെ ആയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം അവിടെ നല്ലതായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഇങ്ങടനെ കൊണ്ടുവന്നു കേട്ടോ ഫ്രഷ് ആയിട്ട്. അപ്പൂസേ പറഞ്ഞ അടുത്താ അയിലല്ല ഇതിന്റെ ഉള്ളിൽ വെക്കുന്നതാണത്. ആഹാ തിരക്കടില്ലല്ലോ നിങ്ങള്. കറപ്പായിട്ടുള്ളിൽ ഇറക്കി വെക്കണം. കറപ്പിൽ മണ്ണാക്കിയത് 30 ഉറുപ്പ്യ അതിന് ഈ സാധനത്തിന്. ഗ്ലാസ് പോലെ അല്ലേ? ഗ്ലാസ് പോലെ ഇനി കേട്ടോ. ഇനി ഒരു 4 വേറെ ഉണ്ട് അവിടെ. വേറെ കളർ ഉണ്ട്. ഇത് പച്ച. ഇതും കൂടി നമ്മളെ വീടിന്റെ വലിപ്പം കണ്ടല്ലേ. ഇതും കൂടി ആയാലും അത് വേണ്ട. അപ്പൊ നാളെ രാവിലെ വന്നിട്ട് ഒരു ഇതാക്കും അവിടെ നട്ടോ. മറന്ന് വെക്കാട്ടോ. ഇനി കേട്ടല്ലോ. ഇനി ഒന്നൊരു പണി എടുക്കണ്ട ജീവാ. എന്റെ പണി കഴിഞ്ഞ് 4 പൊക്ക പോലെ കാട്ടോ. നേരത്തെ പുലർച്ചെ വരുമല്ലേ ഏമ്മ നമ്മളെ വീടിന് നല്ല അല്പായില്ലപ്പോ. ഇപ്പൊ 1 വരി വെച്ചാലോ 2 വരി വെച്ചാലോ രസം എന്ന് കമന്റ് ചെയ്യണം. ഏമ്മ കമന്റ് കൂടെയാണ് നമ്മളെ ഫുള്ള് പരിപാടികൾ പണി. ഇവിടെ ആകെ സ്ഥലം മാറി അറിയേണ്ട ആൾക്കാർ. ശരിയേ ഇവിടെ സ്ഥലം ഫുള്ള് മാറി അറിയേണ്ട ആൾക്കാർ. ഇപ്പോൾ ഇവിടുത്തെ ചെയ്ത് പുറത്തേന്ന് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഫോനൊക്കെ കണ്ടിട്ട് ആകെ ബന്ധപ്പെട്ടുണ്ട്. നമ്മളെ സിമെന്റ് നനയുമ്പോൾ മഴ ചെയ്യോ? നിറച്ച് പൊടിയാട്ടോ. സ്റ്റാൻഡൊക്കെ കൊണ്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഷൂ പ്ലാന്റിന്റെ നമുക്കൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത നമ്മള് വേണ്ടായിരുന്നു. ഷൂ വെക്കണ സാധനം പിന്നെ ഒരു വാതിലിന്റെ വലിപ്പണ്ടത് ചമരുമ്പോ ഫിറ്റ് ചെയ്ത് വെക്കണ നോക്കാം. ചെലപ്പോ നമുക്ക് വേണ്ട വെക്കാൻ സ്ഥലമല്ല അതാണ്. അല്ലെ ചെരുപ്പൊക്കെ നായ്ക്കൾ കൊണ്ടുപോകാനൊക്കെ ഒരു സൊല്യൂഷൻ മതി. ഇത് മുറിക്കല്ലേ? എത്ര കഷ്ണാക്കണം? എങ്ങനെ നോക്കത്? 4 അടിപൊളിയായിട്ട് ഇത് കളഞ്ഞിട്ട് ഇതിലൂടെ മണ്ണാക്കാം. അതിക്ക് നോക്കേ. ആ ചേരിച്ചോറ് നോട്ടേക്കമ്മ. ചകിരിയുടെ വെച്ചല്ലേ അതിന് മുകളിൽ ഇട്ടാന്ന്. പിന്നെ ഞാൻ ഫുള്ള് കണ്ടു. ഇതിലൊക്കെ ചകിരി എവിടെ അതിലൊക്കെ ഉണ്ട്. എന്താ ഇവിടെയൊക്കെ ചകിരി വെച്ചാ. നമുക്കിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ അന്ന് പോയപ്പോൾ വെറുതെ തന്നതാ. ഇവിടെയൊക്കെ നല്ല രസമല്ലത്. ഇങ്ങനെ വെക്കണം. ഇവിടെയൊക്കെ
ഇതാണ് മണി പ്ലാന്റ് ഒറിജിനല്. 2 വെക്കൊന്നില്. ഇതിപ്പോ എങ്ങനെ വെച്ചേ? 2 വെച്ചത്? ആരാ നോക്കി നോക്ക. നല്ല രസമുണ്ട് കാണാന്. ഇന്ന് 2 വെക്കി. അപ്പഴ അങ്ങനെ ഭംഗിന്റെ കല്ലുമുട്ടിയൊക്കെ ഉണ്ട്. അതിലപ്പോ ഇതുണ്ടായത് നമ്മൾ ശരിക്കും നോക്ക്. അല്ല ഇത് വേണോ എന്തപ്പോ അപ്പൂസേ ആ വളം പെടുത്തുന്ന വളമ വളമ കുറച്ച് ആക്കിയാണ്ട് ബാക്കിലിട്ടപ്പോ ചാക്കില്ലേ അവിടെ വെച്ചിട്ട് എത്ര ആക്കിയാണ് വേറെ വെറൈറ്റി ഇങ്ങനെ വെക്കുക? അതോ ഇതെങ്ങനെ 2 മിക്സ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക ഓരോന്നോരോന്ന്? അങ്ങനെ രസം ഉണ്ടാവോ? കുറച്ചിങ്ങനെ യൂസ് ചെയ്യാം. വളമൊക്കെ സ്റ്റോക്ക് ആട്ടെ നമുക്ക് കുറച്ച് മകനെ. അമ്മേ എന്താ അർജുനെ അത് മുനിക്കത് മതി. ഇനി നല്ല നനച്ചെടുക്കണം. ചെടീന്റെ പരിപാടിയൊക്കെ ഫുള്ളുണ്ട്. കാരണം നമ്മളത് കണ്ടില്ലേ, നമ്മളത് അത്രയും നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ ഇതൊന്ന് ഇതാവാണ്ടില്ല ചേച്ചി. ഒരു ചട്ടി അച്ഛനോട് കൊണ്ടുവരാൻ ചെടിക്ക് അല്ല അതുണ്ടാവും. അപ്പോ അമ്മേ അതും കൂടെ മണലിട്ട് അതുണ്ടാവും. എന്റെ ആ ചെടിയില്ല അപ്പോ അതിന് ചട്ടി കൊണ്ടുവരാൻ പറയാം അച്ഛനോട്. അതിന് ഒട്ടയാണ് ചട്ടിക്ക്. ഞാൻ അടുത്തന്നെ അപ്പൊ ചട്ടി ചട്ടിയോട് കൊടുക്കണം കേട്ടോ. അടിപൊളി ഉണ്ടാവില്ല. ഞാൻ കൊറേ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചോദിക്കില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഇവരുടെ ചീത്തട്ടിനൊക്കെ ഇഷ്ടമാണ് അമ്മേൻ്റെ അടുത്ത്. അമ്മ എന്തേലും പറയും. നമുക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട് നമ്മള്. അത് കാണിച്ചൊന്നല്ല കേട്ടോ നമ്മളെ വീഡിയോയില് കാണിക്കണ്ട്. ഇനിയിപ്പോ വാങ്ങിട്ട് കുറച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ അടുത്ത വീട്ടിലേക്കൊക്കെ എഴുതാനൊക്കെ ഉണ്ടായി. തിന്നോ? എന്നായിക്കോട്ടെ, നമുക്ക് ഇനി നാളെ കാണല്ലേ. നമ്മളെ വിശേഷം നേരെ എത്രയുള്ളൂ. നാളെ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട്. ആ വിശേഷമൊക്കെ ആയിട്ട് വരാം. ബൈ.